ജനൻ ടിവിയുടെ പ്രത്യേക തെരഞ്ഞെടുപ്പ് പരിപാടിയായ മഹാഭാരതത്തിലേക്ക് സ്വാഗതം. രാത്രി വൈകിയും തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചാരണ പരിപാടികൾ പുരോഗമിക്കുകയാണ്. തൃശൂർ ശോഭ സിറ്റിയിൽ NDA സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിലാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇപ്പോൾ ഇന്നലെ തന്നെ കോഴിക്കോട് ഇരയോടൊപ്പം നിന്ന ഒരു നഴ്സിനെ തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ഹൈക്കോടതി പറഞ്ഞിട്ട് സർക്കാർ കൂട്ടാക്കുന്നില്ല. അവർക്ക് റിട്ടയർ ചെയ്യുന്ന മാസങ്ങളേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള അധമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പിന്തുണയ്ക്കുന്ന ഒരു സർക്കാർ എന്ന് പറയുമ്പോൾ ഫുഡ് സേഫ്റ്റി എന്ന് പറയുന്നത് കൃത്യമായി നടക്കില്ല. അധ്യയന കേന്ദ്രങ്ങളിൽ സിദ്ധാർത്ഥന്റെ കാര്യം പറഞ്ഞു. അധ്യയന കേന്ദ്രങ്ങളിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ അധപ്പതിച്ചു പോയി. വെറും രാഷ്ട്രീയ കൊടിക്ക് വേണ്ടി എന്തും ചെയ്യും, കൊലപാതകവും ചെയ്യും എന്ന് പറയുന്നതാണ് അതിന്റെ ഏറ്റവും അവസാനത്തേതാവട്ടെ സിദ്ധാർത്ഥൻ. അതിനുമുമ്പ് നമ്മൾ എത്ര അടുത്ത് കണ്ടിട്ടുണ്ട് അല്ലേ? രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി സംസ്കാര ശൂന്യത വളർത്തിവിടുക, അത് അധ്യയന കേന്ദ്രങ്ങളെ കേന്ദ്രീകരിച്ച് തന്നെയാണ്. എനിക്ക് തോന്നുന്നു അതാണ് ആ ബഡ്ഡിംഗ് സ്റ്റേജ്. അതാണ് അവിടെ വെച്ച് എന്ത് കൊടുത്താലും അവരുടെ പ്രത്യയശാസ്ത്രത്തിന് താങ്ങായി തണലായി ഈ ജന്മങ്ങളെല്ലാം പിന്നെ ജീവിതം പട്ടുകുഴിയിലേക്ക് പോയാലും ശരി തന്നെ ഈ പ്രത്യയശാസ്ത്രത്തിന് പിന്താങ്ങി നിൽക്കാനുള്ള ആൾബലം അതിനൊരു നൈരന്തര്യം കുറിക്കുക എന്നുള്ളത് മാത്രമാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ രാഷ്ട്രീയം എന്ന് പറയുന്നതിന്റെ പരിശുദ്ധി നമ്മൾ ഒന്ന് സെറ്റ് ചെയ്യണം. അതിന്റെ സ്റ്റാൻഡേർഡ് ആദ്യം സെറ്റ് ചെയ്യണം. ബാക്കി ഒന്നിനെ അവശേഷിക്കാൻ അനുവദിക്കരുത്. അവർക്ക് അവശേഷിക്കാനുള്ള കാലാവസ്ഥ നമ്മൾ മുടക്കണം. പൗരന്റെ ഒരു ബോധം, പൗരബോധം എന്ന് പറയുന്നത് ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി എനിക്ക് ഒറ്റക്കാരികളോടെല്ലാം പറയാനുണ്ട്. ഇവിടെ വന്ന ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഞാൻ അതിൻ്റെ ഒരു ലാഞ്ചന കാണുന്നുണ്ട്. നമ്മൾ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് സമയം കൃത്യമായി ടൈം ടേബിൾ വെച്ച് രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കണം, ചായ കുടിക്കണം, കാപ്പി കുടിക്കണം, ഒന്ന് അവശ്യ കാര്യങ്ങളെല്ലാം സാധിക്കണം, കുളിച്ച് റെഡിയായി പത്രം വായിക്കണം, TV ന്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കാണണം, ഭക്ഷണം കഴിക്കണം, കാർ ഡ്രൈവ് ചെയ്ത് 1/2 മണിക്കൂർ കൊണ്ട് വർക്ക് സ്പോട്ടിലെത്തണം. ഇത്രയും പ്ലാനിങ് ഉണ്ട്. ആരെങ്കിലും രാജ്യത്തിന് വേണ്ടി രാജ്യകാര്യങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഒരു 1/2 മണിക്കൂർ ഒരു ദിവസം നീക്കി വെച്ചിട്ടുണ്ട്? 5 വർഷം കഴിഞ്ഞ് വോട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ദൈനംദിന രാഷ്ട്ര ചിന്ത എന്ന് പറയുന്നത് ഓരോ പൗരനിലും ഉണ്ടെങ്കിൽ നമ്മുടെ രാഷ്ട്രീയക്കാരുടെ ഒരു വർണ്ണം മാറും, അവരുടെ ഗുണം മാറും. നമ്മുടെ ജനാധിപത്യത്തിന്റെ ഒരു സ്പൈൻ എന്ന് പറയുന്നത് വിൽ ബി സെറ്റ് റൈറ്റ്. ഇത് പൗരന്മാർക്കില്ല. എന്തിന് നമ്മുടെ വോട്ടിംഗ് പെർസെന്റേജ് ശ്രദ്ധിച്ചോളൂ. 70-72, ചില ഇടങ്ങളിൽ 90% വരെ കാണിക്കും. പക്ഷെ ഒരു ആവറേജ് എടുക്കുമ്പോൾ 72, മാക്സിമം 78% വോട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ നിശ്ചയത്തിലെ പാകപ്പിഴ എന്ന് പറയുന്നത് അവശേഷിക്കുന്ന 22% അല്ലെങ്കിൽ 28% ആ പാകപ്പിഴയ്ക്ക് വഴിതെളിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം രവിചേട്ടൻ പറഞ്ഞ ആ വാചകത്തോട് എല്ലാവർക്കും ഒരു ഭയങ്കര സൗന്ദര്യം തോന്നിയത് അതുകൊണ്ടാണ്. എല്ലാവരും വോട്ട് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ഒരു കാലം വരണം ഇന്ത്യയിലും കേരളത്തിലും 95% പോളിംഗ് എന്ന് പറയുന്ന വാർത്ത മാത്രം നിറയുന്ന സ്ക്രീനുകൾ വരണം. ജനാധിപത്യത്തില് തെരഞ്ഞെടുപ്പ് പ്രക്രിയയില് അശുദ്ധി അങ്ങനെ മാത്രമേ നമുക്ക് നീക്കാൻ സാധിക്കൂ. ഈ പറയുന്ന 22 അല്ലെങ്കിൽ 28% എന്ന് പറയുന്നവർക്ക് രാഷ്ട്രീയമേ ഉണ്ടാവില്ല. രാഷ്ട്രീയം ഉണ്ടെങ്കിൽ അവർ വോട്ട് ചെയ്യാതിരിക്കത്തില്ല. അപ്പൊ ആ രാഷ്ട്രീയമില്ലാത്ത നിഷ്പക്ഷമതികളാണ് ജനാധിപത്യത്തിന്റെ ശുദ്ധി നടത്തേണ്ടത്. എനിക്ക് തോന്നുന്നു അത് കൊണ്ട് നമുക്ക് വലിയ ഉത്തരങ്ങളല്ല, വലിയ സമാധാനം നമ്മുടെ രാജ്യത്തിന്റെ ജീവിതത്തിൽ കൊണ്ടുവരാൻ. സമാധാനമാണ് മോസ്റ്റ് എസെൻഷ്യൽ അൺഅവൈലബിൾ കമോഡിറ്റി.